അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ രാവിലത്തെ ചായയും കടിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ആ വീഡിയോസ് ഒന്നുമില്ല, ഉണ്ടാക്കണമെന്നല്ല, ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിനി. പക്ഷേക്ക് ആ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇന്ന് നമുക്ക് ഉച്ചക്കത്തെ വീഡിയോസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോൽമ്പിന് കുറച്ച് നാരങ്ങൻ്റെ തോലൊക്കെ ഉപ്പിലിട്ടിനി. അപ്പോൾ അതൊക്കെ ഒന്ന് അച്ചാറിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വലിയ തൈനിയാണ്ട് ഇനി അപ്പോൾ അതൊക്കെ ഞാൻ നടുക്കൊന്ന് മുറിച്ചു കൊടുത്തേക്കണേ. പിന്നെ നമ്മൾ സാധാ അച്ചാറിടുന്ന മാതിരിക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് ഉലുവയും കടുകും പൊട്ടിച്ച് കുറച്ച് മുളകും പൊടിയും ഒന്നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ അത് നമ്മൾ ആ നാരങ്ങ അയക്കാണ്ട് ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. പിന്നെ കുറച്ച് അച്ചാറും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കയ്പ്പൊന്ന് ഇതാകാൻ വേണ്ടി ഞാൻ കുറച്ച് പഞ്ചാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇച്ചി അച്ചാറിൽ ഏറ്റവും ഈറല്ലൊരു അച്ചാർ ഇതാണ് കേട്ടോ. കാരണം ഇത് ഭയങ്കര കയ്പ്പേ കാരണം എങ്ങനെ അങ്ങോട്ട് അച്ചാറിട്ടാലും ആ കയ്പ്പ് ഇങ്ങോട്ട് മാറൂല. ഏതായാലും ഞാൻ ഇട്ടുകണം. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ കാത്തു നിന്നാലൊക്കെ ആ കയ്പ്പ് മാറുകയൊക്കെ ചോദിച്ചു. പക്ഷേ എങ്കിൽ അച്ചാറല്ലേ, കാത്തിക്കാനൊന്നും ഇട ഉണ്ടാവില്ല കേട്ടോ ഇവിടെ മക്കൾക്കൊക്കെ. അങ്ങനെ ഞാൻ അതിലുണ്ടായിന് വെള്ളം ഉണ്ടല്ലോ അതും അയക്കണം പറന്ന് വെച്ചിക്കണം കേട്ടോ. പിന്നെ കുറച്ച് കോഴി ഇടണം. അപ്പോൾ നമുക്കിന്ന് ചെറിയൊരു വിരുന്നേരത്തിക്കുട്ടി ഉണ്ട് കേട്ടോ. നമ്മളെ നാത്തൂൻ താത്താൻ്റെ കുട്ടി വന്നിക്കണ്. അപ്പോൾ ഓല് കല്യാണത്തിന് വയ്ക്കണം. അപ്പോൾ ഓള് പോണില്ല എന്ന് പറഞ്ഞു, കുറച്ച് ദൂരം ഉണ്ടായതുകൊണ്ട് കല്യാണത്തിന് ഓള് പോണില്ല പറഞ്ഞു. അപ്പോൾ ഓള് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓള് വന്നോണ്ട് തന്നെ ഒന്ന് കുറച്ച് നെയ്ച്ചോറും കോഴിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് കോഴി ഞാൻ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ നാളേക്കൊക്കെ. പിന്നെ ഞാൻ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടി കുക്കറിലാണ് കേട്ടോ വെക്കണത്. കുക്കറിൽ നെയ്ച്ചോറ് വെച്ചാൽ നല്ലൊരു മയാണ് കേട്ടോ. നമ്മൾ ചെമ്പട്ടിയിലൊക്കെ വെക്കണില്ലേറെ നല്ലതാണ് നമ്മൾ കുക്കറിൽ വെച്ചാൽ. ഞാൻ പറഞ്ഞേക്കണം കേട്ടോ. അങ്ങനെ ഞാൻ നമ്മളെ ഏലക്കായും പട്ടിയും ഗ്രാമ്പൊക്കെ ഇട്ടിട്ട് ഉള്ളിയൊക്കെ തൂമിച്ച് അതിക്ക് ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം നിലനിൽക്കൊക്കെ പാർന്ന് കൊടുത്തു. പിന്നെ ഞാൻ നമ്മൾ കറിക്കില്ല വല്ലുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിനി. അതും തന്നെ വാട്ടി പിന്നെ ഉള്ളി വാട്ടിയിട്ട് പിന്നെ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഞാൻ മിക്സിയിലൊന്ന് ചതച്ചെടുത്തിന്. ചതച്ചിക്കല്ല, അരച്ചെടുത്തിക്കനെയാണ് കേട്ടോ. പിന്നെ അതിക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും പെരിഞ്ചീരകവും ഒക്കെ ഇട്ടു. പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിന് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണം. അതൊക്കെ കടന്നിഞ്ഞ് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതിന് നമ്മൾ കോഴിയൊക്കെ കേകി വെച്ചിക്കണ്. അപ്പം നമ്മളെ ചാറ് നല്ലോണം തിളച്ചിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നല്ലോണം കുറുന്നനാക്കി വെച്ചാൽ നെയ്ച്ചോറല്ലേ, എങ്ങനെയായാലും ചാറ് തയ്യില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചാറോട് കൊടുക്കുക തന്നെയാണ് കേട്ടോ ഞാൻ ഈ കോഴിക്കറി വെക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ മക്കൾ പറ്റങ്ങോട്ട് കുറുന്നനായി കഴിഞ്ഞാൽ ചാറ് വെച്ച് കിടക്കും. അല്ലെങ്കിൽ പിന്നെ ഞാൻ കുറച്ച് പിന്നൂടി വെള്ളം പാരേണ്ടി വരും, എനിക്ക് ചാറുണ്ടാക്കേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഉണ്ടാക്കി കിട്ടിയാൽ കുഴപ്പമില്ലല്ലോ. എന്നാലും അത്യാവശ്യം കുറുകലൊക്കെ അല്ല ചാറ് തന്നെയാണ് കേട്ടോ. അതിനാണ് ഞാൻ കുറച്ച് വല്ലുള്ളിയും തക്കാളിയും കുറച്ച് കൂടുതലെടുത്തത്. അങ്ങനെ ഇതാക്കണേ ഞാൻ നമ്മൾ ചാറൊക്കെ മൂടി വെച്ചു. പിന്നെ നമ്മളെ നെയ്ച്ചോറ് വെച്ചപ്പോൾ ഞാൻ വിസിലടിച്ചാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. അത് വിസിലടിച്ച് വെച്ചേക്കുമ്പോൾ അതുകൊണ്ട് ഓഫാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നെയ്ച്ചോറൊക്കെ പിന്നെ ഞാൻ കുക്കറിൽ കടഞ്ഞ് ബാഗ് കയറണ്ട വിചാരിച്ചിട്ട് ചെമ്പട്ടിക്ക് തട്ടിയതാണ് കേട്ടോ. പിന്നെ ഞാൻ അടുപ്പും വീതനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടുകയാണ്. ഇങ്ങനെ പണികളൊന്നുമില്ല. ഇനി നെയ്ച്ചോറല്ല, അപ്പോൾ അതുകൊണ്ട് പപ്പടം വേണം, അത് പൊരിച്ചെടുക്കണം. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ മോറാണ്ട് അതൊക്കെ ഒന്ന് മോറിയെടുക്കണം. അപ്പോൾ ചോറ് വെച്ചതും ഇറച്ചി കേകി ഓട്ടപ്പാത്രം ചട്ടി അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി ഒന്ന് മോറിയെടുക്കാം. അങ്ങനെ അതൊക്കെ മോറിക്കഴിഞ്ഞു. പിന്നെ ഞാൻ പപ്പടം പൊരിച്ചാനില്ല എണ്ണ ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാക്കണ പപ്പടമൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊള്ളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറൊക്കെ ആണെങ്കിലും ബിരിയാണി ഒക്കെ പപ്പടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ എല്ലാവർക്കും. അത് ഞാൻ എല്ലാ വീഡിയോസിനും പറയണതാണ്. അങ്ങനെ പപ്പടമൊക്കെ പൊരി കഴിഞ്ഞു. പിന്നെ ഞാൻ മക്കൾക്കൊക്കെ ചോറ് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ കാണിച്ചെങ്കിൽ മക്കൾക്ക് ഭയങ്കര ധൃതിയാണ് കേട്ടോ. ചോറ് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 വട്ടമല്ല നമ്മളെ സനു വന്ന് നോക്കി പോയിക്കണത്. പിന്നെ ഇതാക്കണം ചോറൊക്കെ നമ്മൾ വെച്ചിതാക്കി. പിന്നെ ഞാൻ ചാറ് കുറച്ച് വേഗാണ്ടേനി അതിൽ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ അതൊക്കെ ചാറൊക്കെ റെഡിയായി. പിന്നെ ഞാൻ മക്കൾക്കൊക്കെ ചോറ് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാക്കണ ഒരു 4 ആളുണ്ട്. അപ്പം ഓർക്കൊക്കെ വിളമ്പി കൊടുത്തു. പിന്നെ നമ്മൾ അനുകൂട്ടനും ഉണ്ട് കേട്ടോ അന്ന് ചോറ്റിന്. അപ്പോൾ ഓനും എല്ലാവരും അങ്ങനെ 4 ആക്കും ചോറ് വിളമ്പി കൊടുത്തു. അപ്പോൾ സനുവിനെ വിളമ്പി സനു കൊണ്ടുപോയി വെയിച്ചൽ തുടങ്ങിയിരിക്കണം കേട്ടോ. അങ്ങനെ ഓരോ പപ്പടം എല്ലാവർക്കും വെച്ചു കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചു.